ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് ഹോണ്ട ആക്റ്റീവ 60 വേണ്ടി നമ്മൾ വർക്കിന് വേണ്ടിയിട്ടുണ്ട്. നമുക്ക് ജനറൽ സർവീസ് അതായത് എഞ്ചിൻ ഓയിൽ മാറ്റണം. ഫ്രണ്ട് മൺകാട് ഇടിച്ച് ബെൻഡായി ഉണ്ടായിരുന്നു. അപ്പോൾ അത് പാച്ച് വർക്ക് ചെയ്ത് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിലവിൽ സർവീസിൻ്റെ വർക്കിന് വേണ്ടി കയറ്റിയിട്ടുണ്ട്. നമുക്കൊരു ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബ്രേക്ക് ലൈനർ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാറുണ്ട്. ബ്രേക്കിൻ്റെ ക്യാമൊക്കെ അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്തിട്ടാൽ മതി. ഇത് കമ്പനി ലൈനർ കിടക്കണേ, ഒറിജിനൽ ലൈനർ തന്നെയാണ്, വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ ബാക്ക് വീൽ പിടിപ്പിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റുമാണ്. അതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതേപോലെ ഗിയർ ഓയിലൊക്കെ നോക്കി നല്ല ഓയിലാണ് കേട്ടോ. ടയറും പുതിയ ടയർ കിടക്കണം. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ അഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചത്. അപ്പോൾ എയർ ഫിൽറ്ററൊക്കെ നല്ലോണം പൊടി കയറി ബ്ലോക്ക് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എയർ ഫിൽറ്ററും പ്ലഗും മാറ്റേണ്ട ഒരു ടൈമാണ്. നിലവിൽ ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെ കിടക്കണം, പക്ഷേ അത് നമുക്ക് മാറ്റേണ്ട ടൈമായിട്ട് മൊത്തം പൊടി കയറി ബ്ലോക്ക് ആയിക്കാണ്. എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ കൂട്ടത്തേക്കൂടെ നമുക്ക് ഈ പ്ലഗും കൂടി മാറ്റി കളയണം കേട്ടോ. എയർ ഫിൽറ്ററും പ്ലഗും കൂടി ഒരുമിച്ചാണ് മാറ്റേണ്ടി വരാം. പിന്നെ നമ്മളതിൻ്റെ ക്ലച്ച് ഭാഗം ക്ലച്ച് ഗ്രീസിങ്ങിനായിട്ട് അഴിച്ചിട്ടുണ്ട്. നമുക്ക് ജനറൽ സർവീസിൽ ക്ലച്ച് ഗ്രീസിങ് ഉള്ളതാണ്. അതിന് വേണ്ടി അഴിച്ച് നമ്മൾ ഓരോ ഭാഗങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ബെൽറ്റൊക്കെ നമുക്ക് കമ്പനി വണ്ടി വന്നപ്പോൾ ഉള്ള ബെൽറ്റാണ്. നിലവിൽ ഇപ്പോഴത്തെ സ്റ്റേജിൽ പൊട്ടലൊന്നുമില്ല. നമുക്ക് അടുത്ത സർവീസിൽ മിക്കവാറും നമുക്ക് ബെൽറ്റ് മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വന്നേക്കും കേട്ടോ. അപ്പോൾ നിലവിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഓടണതിന് കുഴപ്പമില്ല. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തു. അതിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ക്ലച്ചൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്, ഓയിൽ ചേഞ്ചിൻ്റെ ടൈമാണ് കേട്ടോ. പിന്നെ അതേപോലെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം നോക്കി വേറെ ലീക്കേജ് ഒന്നുമില്ല. ആക്സിലേറ്ററിൻ്റെ കേബിളൊക്കെ ചെക്ക് ചെയ്തു, കംപ്ലയിൻ്റോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ബാറ്ററി നമുക്ക് ഇതുമേ ഇരിക്കുന്നത് 24 മോഡൽ ബാറ്ററിയാണ് വണ്ടിയും ഇരിക്കണേ. അമറോണിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ടെസ്റ്റിംഗ് റിപ്പോർട്ട് കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമുക്ക് അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ 13 വോൾട്ട് കാണിക്കുന്നുണ്ട്. ലോഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് 9 വോൾട്ടിലേക്ക് വന്നിട്ട് 8 വോൾട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഓൾറെഡി സെൽഫിൻ്റെ ഒക്കെ കംപ്ലയിൻറ്റ് കാണിച്ചു കൊടുക്കും. അപ്പോൾ നിലവിൽ 9 വോൾട്ടിൽ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ കൂടി ഓടിക്കാനുണ്ട്. കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് മാറ്റിയാൽ മതി. ഞാൻ ചെക്ക് ചെയ്തപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു എന്നുള്ളൂ. പിന്നെ ഫ്രണ്ട് മൺകാട് ഇടിച്ച് ബെൻഡായിരുന്നു. അപ്പോൾ നമ്മളത് പാച്ച് വർക്ക് ചെയ്ത് പെയിൻറ്റ് ചെയ്ത് റീസെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഒന്ന് ഇട്ടേക്കാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. നമുക്ക് വൈകിട്ടത്തേക്ക് വണ്ടി എടുക്കാം. അപ്പോൾ വൈകിട്ടത്തേക്ക് വണ്ടി കംപ്ലീറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സപ്പിൽ ഷെയർ ചെയ്തിട്ടേക്കാം. ഓക്കെ.